നമസ്കാരം, വെൽക്കം ടു 121 മീഡിയ. ഇന്ന് നമുക്ക് ഏറെ അഭിമാനത്തോടെ പരിചയപ്പെടുത്താനാകുന്നത് രാജ്യത്തെ മുൻനിര ഓൺകോളജിസ്റ്റായ ഡോക്ടർ വി.പി. ഗംഗാധരൻ സാറിനെയാണ്. ഡോക്ടർ ഗംഗാധരൻ സാർ കേരളത്തിലെ ക്യാൻസർ ചികിത്സയെക്കുറിച്ചും ബോധവൽക്കരണത്തെക്കുറിച്ചും പ്രത്യേക ക്ലാസുകൾ എടുക്കുകയും അതോടൊപ്പം ഒരുപാട് പേഷ്യൻസിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മുൻ നിരനായകൻ കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് 121 ചാനലിലേക്ക് സ്നേഹത്തോടെയും ഏറെ ആദരവോടുകൂടിയും ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ ഓൺകോളജി എന്ന സ്പെഷ്യലൈസേഷൻ എടുക്കാനുള്ള കാരണം എന്താണ്? ചില ഒരു അബദ്ധം തുടങ്ങിയത് അങ്ങനെയാണ്. കാരണം ഓങ്കോളജി എന്ന് വിചാരിച്ചുകൊണ്ടല്ല തുടങ്ങുന്നത്. അത് പുറകോട്ട് പോയാൽ MBBS അങ്ങനെയല്ല. MBBS എനിക്ക് വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റൊന്നും അല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം കണക്കായിരുന്നു, മാത്തമാറ്റിക്സ് ആയിരുന്നു. ഏറ്റവും ദേഷ്യം ബയോളജി ആയിരുന്നു. പക്ഷേ അവിടെ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓങ്കോളജി അതുപോലെയായിരുന്നു. MBBS കഴിഞ്ഞിട്ട് അന്ന് കേരളത്തിലെ എൻട്രൻസ് തുടങ്ങുന്നുള്ളൂ. ഇവിടെ കുറേ കേസൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഡൽഹി ഇങ്ങനെ പലയിടത്തും പോയി PG വേണ്ടിയിട്ട് എഴുതുകയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ PG എക്സാം എഴുതിയപ്പം ഡോക്ടർ ചിത്രയ്ക്ക്, എൻ്റെ വൈഫ് ചിത്രയ്ക്ക് ഗൈനക്ക് കിട്ടി, MD ഗൈനക്ക് കിട്ടി. എനിക്ക് വേണ്ടിയത് MD മെഡിസിൻ ആയിരുന്നു. അത് കിട്ടിയില്ല. ചിത്ര ജോയിൻ ചെയ്ത സഫ്ജംഗ് ഹോസ്പിറ്റലാണ് ഡൽഹിയിൽ. ഇത് നേരെ മുൻപിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പം വളരെ അടുപ്പിച്ചടുപ്പിച്ച് പല സമയത്തും ചിത്രയുടെ അവിടെ പോയി താമസിക്കേണ്ടി വരും. ഹോസ്റ്റല് മിക്സഡ് ഹോസ്റ്റലാണ്. അങ്ങനെ താമസിക്കും. അപ്പോൾ അങ്ങനെ കുറേ പേരെ പരിചയപ്പെടുകയാണ്. പരിചയപ്പെടുന്ന കുറേ പേര് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്നവരാണ്. അപ്പം 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് എക്സാം വന്നു. അപ്പം എഴുതാൻ തീരുമാനിച്ചു. നമുക്ക് 2 ചോയ്സ് വയ്ക്കാം. ഫസ്റ്റ് ചോയ്സ് മെഡിസിൻ തന്നെയായിരുന്നു. സെക്കൻഡ് ചോയ്സ് റേഡിയേഷനാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു റേഡിയേഷൻ നല്ല സ്പെഷ്യാലിറ്റിയാണ്, നമുക്ക് ഒട്ടും എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് എനിവേ ജോയിൻ ചെയ്യണോ വേണ്ടത് പിന്നെ തീരുമാനിച്ചു. കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് തീരുമാനിച്ചു പോകാൻ. ഒറ്റ സീറ്റുകളായിരുന്നു. അതും അഗൈൻ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ MD മെഡിസിൻ കിട്ടിയില്ല. MD റേഡിയേഷൻ വളരെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഓങ്കോളജിക്കൽ എക്സ്പോഷർ വരുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ കോട്ടയം മെഡിക്കലിൽ പഠിക്കുന്ന സമയത്തൊക്കെ, അതെ ഞാൻ MBBS ചെയ്യുന്ന അവിടെയാണ്, നമ്മൾ സാധാരണ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന വാർഡാണ്. വാർഡിൽ നമുക്ക് കോള് വരുന്നത് മുഴുവൻ നമ്മുടെ ഡെത്ത് സർട്ടിഫൈനാണ്. നമ്മൾ വാർഡിൽ പോകുമ്പോൾ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന കുറേ രോഗികൾ എല്ലാം മരണം കാത്ത് കിടക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലെ ചിത്രം അതായിരുന്നു. ഇവിടെ പോയി റേഡിയേഷൻ ഓങ്കോളജി തുടങ്ങി. ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിപ്പറ്റിയ പോലെ. കാരണം നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഫിസിക്സും റേഡിയേഷൻ ഫിസിക്സും മെഷീൻസും ഒക്കെയാണ്. അപ്പോൾ MBBS കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് എന്താണെന്ന് നമുക്ക് പിടി കിട്ടുന്നില്ല. 2 വർഷത്തോളം നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ 3rd ഇയർ ആയപ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻസ് ആയിട്ടുള്ള എക്സ്പോഷർ വന്നു തുടങ്ങി. അന്ന് നമുക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു. മനസ്സിൽ തോന്നി ഏത് ഓങ്കോളജി ഞാൻ വന്നത് നന്നായി. നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, അന്ന് ഞങ്ങളെ കണ്ട പോലെയല്ല, നമുക്ക് ധാരാളം പേരെ രക്ഷപ്പെടുത്തി വിടാം എന്നുള്ളൊരു ചിന്ത വരുന്ന അവിടെയാണ്. അങ്ങനെയാണ് ശരിക്കും ഓങ്കോളജിയുടെ എക്സ്പോഷർ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അന്ന് റേഡിയേഷൻ ഓങ്കോളജി മാത്രമേ ഉള്ളൂ, മെഡിക്കൽ ഓങ്കോളജി ഇല്ല. റേഡിയേഷൻ ഓങ്കോളജി ഞങ്ങൾ തന്നെയാണ് കീമോതെറാപ്പി കൊടുക്കുന്നത്. പക്ഷേ മെഡിസിനോട് താല്പര്യം ഉണ്ടായപ്പോൾ എനിക്ക് എപ്പോഴും അന്നും കീമോതെറാപ്പിയോടെ തന്നെ എനിക്ക് താല്പര്യം, റേഡിയേഷനേക്കാളും കൂടുതൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അഡയർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മദ്രാസിലെ DM റേഡിയേഷൻ മെഡിക്കൽ ഓങ്കോളജി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ റേഡിയേഷൻ ഓങ്കോളജി കഴിഞ്ഞ് അവിടെ ചെന്നപ്പം ഇത് പറഞ്ഞു തരില്ല, ബേസിക്കലി MD മെഡിസിൻ വേണം, മെഡിസിൻ ഉണ്ടെങ്കിൽ തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചുപോയി കോട്ടയത്ത് പോയി അടുത്ത എൻട്രൻസ് എഴുതി MD മെഡിസിൻ ചെയ്തു. ഇതിന് വേണ്ടി മാത്രം ഓൺകോളജി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അന്ന് MD മെഡിസിൻ ചെയ്ത സമയത്തും പലരും ചോദിച്ചിരുന്നു, ഞാൻ തിരിച്ച് ഓങ്കോളജി പോയ സമയത്ത്
2 പ്രൊഫസർ വെച്ച് ബാക്കിയുള്ളതൊക്കെ ചോദിച്ചു. മണ്ടത്തരം എല്ലാം കാണിക്കുന്നത് MD മെഡിസിൻ കഴിഞ്ഞിട്ട്. കാര്യം അന്ന് അക്കാലത്ത് നമുക്ക് കാർഡിയോളജിയും ന്യൂറോളജിയും ഒക്കെ നമുക്ക് ആൾക്കാരില്ല, ഇഷ്ടംപോലെ വേക്കൻസിയും എല്ലാം ഉള്ള സ്ഥലം. ലുക്രീഷ്യസ് ജോബ്. അപ്പോൾ അത് പോരെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ തീരുമാനം ഓങ്കോളജിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ MD മെഡിസിൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ പിന്നെ DMന് പോയ സമയത്ത് പ്രശ്നങ്ങൾ, കാരണം ഡോക്ടർ ശാന്തയാണ് അന്ന് ഡയറക്ടർ അവിടുത്തെ. മാഡത്തിന് അറിയാമായിരുന്നു ഞാൻ റേഡിയേഷൻ ഓങ്കോളജി മെഡിസിൻ എടുത്തിട്ട് ഓങ്കോളജിക്ക് DM ഓങ്കോളജിക്ക് വരുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇൻ്റർവ്യൂവിന് കിട്ടി, അങ്ങനെ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ഒരു നീണ്ട പ്രോസസ്സിങ്. ഡോക്ടർ ഡെയിലി ഒരുപാട് ക്യാൻസർ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ. അപ്പം ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇൻസ്പയർ മാത്രമല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ വരുന്നത്. പഠിപ്പിക്കുന്ന സെൻസ് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇതൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രംകാരിയാണ്. RCCയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങളെ റൗണ്ട്സ് എടുക്കുമ്പോൾ, 5 ഡോക്ടർമാരെ ഒരുമിച്ച് റൗണ്ട്സ് എടുക്കുമ്പോൾ നമ്മളൊരു ബെഡിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. പേഷ്യൻ്റ് കിടക്കാൻ പറയും, കിടക്കും. നമ്മളതിനിടയ്ക്കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സിനിമയുടെ കാര്യം, ഒരു കളി നടക്കുന്ന കഴിയാറൊക്കെ നമ്മൾ അങ്ങോട്ട് കൂടി സംസാരിക്കും. അത് കാഷ്വൽ റൗണ്ട്സ് പോലെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേഷ്യൻ്റെ അടുത്ത് പോകുന്നത്, അത് എക്സാമിൻ ചെയ്തിട്ട് അടുത്ത സിനിമ പോകുന്നു. അവിടെ പോകുന്നത്തെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്താ, ഒരു രോഗിയെ ഇങ്ങനെ കിടത്തിയിട്ട് അതിന് ചുറ്റും ഞാനിങ്ങനെ നോക്കി കിടക്കുക, കട്ടിൽ ഞാനിങ്ങനെ നിങ്ങളെയൊക്കെ നോക്കി കിടക്കുക. നിങ്ങൾ സിനിമയുടെ കാര്യം അല്ലെങ്കിൽ സ്പോർട്സ് കാര്യം പറയാം. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വെരി ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യമാണ്. അതേപോലെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കഴുകും, ഹാൻഡ് വാഷ്. പണ്ട് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല, അത് എക്സാമിൻ ചെയ്യാണ്. അപ്പം നമ്മൾ പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കൈ വെറ്റായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, നമ്മൾ പർപ്പസ് ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ ഒരു പേഷ്യൻ്റ് പറഞ്ഞു, സാറേ ഈ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ആക്സിലൊക്കെ കഷമൊക്കെ എക്സാമിൻ ചെയ്യില്ല, എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, ചെയ്യാൻ പാടില്ല കേട്ടോ. അഗെയിൻ നമുക്ക് ടീച്ചിങ് ലെസണാണ്. കാര്യം എന്താ വെച്ചാൽ ഷുഡ് നോട്ട് ബി ഡൺ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യാറില്ല ഒന്നും ഇങ്ങനത്തെ കാര്യം. പക്ഷേ അതൊക്കെ ശരിക്കും ദേ ടീച്ച് യു. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓരോ പേഷ്യൻറ്റും നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം സാറിന് ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു ഫീൽഡാണല്ലോ, കാരണം പേഷ്യൻസിനെ ഡെയിലി കാണുന്നത്. അപ്പം ആ ജോബും അതോടൊപ്പം തന്നെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എങ്ങനെയാണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലെടുക്കാം. ഒന്ന് വർക്കിൻ്റെ സ്ട്രെസ്സാണോ എന്ന് ചോദിക്കും. അവർക്ക് സ്ട്രെസ്സൊന്നുമില്ല. കാരണം നമ്മളൊരു 70, 80, 100 പേഷ്യൻറ്റിനെ കണ്ടാലും ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് കാണുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ വരുന്ന ഒരു പേഷ്യൻറ്റ് പാട്ട് പാടുന്നതാണെങ്കിൽ ഞങ്ങൾ പാട്ട് പാടിച്ചിട്ടേ വിടുകയുള്ളൂ. നല്ലൊരു പാട്ട് പാടിച്ചു. അപ്പം ഞങ്ങൾക്കൊരു യു ആർ ബാക്ക് ടു യുവർ പ്രീവിയസ് എനർജിയാണ്. ചിലർ രാഷ്ട്രീയക്കാരായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയം പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഞങ്ങൾക്കൊരു VS അച്യുതാനന്ദൻ്റെ ഒരു കടുത്ത ആരാധന ഉണ്ടായിരുന്നു, CPM. അപ്പോൾ അദ്ദേഹം വരുമ്പോഴേ ഞങ്ങളുടെ പേനയും സ്റ്റെത്തൊക്കെ മേശപ്പുറത്ത് വയ്ക്കും. ഇത് അദ്ദേഹത്തിനോട് പറയും, കഴിഞ്ഞ ആഴ്ച VS പറഞ്ഞ ആ കാര്യം അത് മഹാമോശമായി പോയി, VS ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറയും. അത് മതി അദ്ദേഹത്തിന് അന്നത്തെ ടോപ്പിക്കിന് ഞങ്ങളെ വഴക്ക് പറയാനായിട്ട്. അത് ഉടനെ നിങ്ങളൊക്കെ മൂരാച്ചികളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭൂഷകളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മളെ വഴക്ക് പറയും. പക്ഷെ ഞങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതിനെ ഭാര്യയ്ക്ക് അറിയാം നമ്മളിതിന് വേണ്ടിയാണ് സ്റ്റിമുലേറ്റ് ചെയ്തതെന്ന് അറിയാം. അവർ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് പോയി നമുക്ക് അഗെയിൻ നമ്മൾ ഫ്രഷ് ആവും. അപ്പോൾ OPയിൽ ഇരിക്കുന്ന എല്ലാ പേഷ്യൻസ് വരുന്ന പേഷ്യൻ്റൊക്കെ വളരെ ക്ലോസ് ആയിരിക്കും. അവർ നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നു എന്നുള്ളൊരു സ്ട്രെസ് നമുക്ക് വരില്ല. എത്ര പേഷ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ വിൽ ബി ടോക്കിംഗ്, അത് തോന്നാറില്ല. പിന്നെ മറുവശത്ത്
നമ്മൾ ഡീൽ ചെയ്യുന്ന പേഷ്യൻസ് എല്ലാവർക്കും കൂടുതൽ ആൾക്കാരും ഇതുപോലെ വേദനയുമായിട്ട് വരുന്ന ആൾക്കാർ അതൊരു സ്ട്രെസ് അല്ല എന്ന് വയ്ക്കും. അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചികിത്സിക്കുന്ന ഒരാൾ ഇഫ് ഹി ഡൈസ് സ്ട്രെസ് ഉണ്ടാവില്ലെന്ന് പറയുന്നത്. സ്ട്രെസ് അല്ല, നമുക്കൊരു ഏറ്റവും ഹർട്ട് ചെയ്യും, നമ്മുടെ മനസ്സിനത് ഒന്ന് ഹർട്ട് ചെയ്യും. പക്ഷെ നമ്മളത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ ഒരു 100 പേര് നമ്മളെ കാത്തു നിൽക്കുന്നു, അവരെ രക്ഷപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ ഒരു മരണത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങാൻ പാടില്ലെന്ന് തോന്നും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അതായത് നമ്മൾ പഠിച്ചൊരു ശാസ്ത്രം നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ പ്രയോഗിക്കണം എന്നതിന് അപ്പുറം നമുക്ക് അമാനുഷ്യമായ ഒരു കഴിവില്ല തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്ന ആ സ്ട്രെസ് മുഴുവൻ മാറും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കാം. ബാക്കി നമുക്ക് വേറെ ആൾ തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം നമുക്ക് എടുക്കുന്നതാണ് എങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ദൈവം എന്നോ സൂപ്പർ പവർ എന്നോ എല്ലാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്ട്രെസ് വരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ് റിലീവറിൽ നല്ലൊരു ഭാഗം പേഷ്യൻസാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതല്ല. അവരിങ്ങനെ ഉയരങ്ങൾ താണ്ടി ഇങ്ങനെ പടവുകൾ താണ്ടി പോകുമ്പോൾ യു ഗെറ്റ് എ ഫീലിംഗ്. അതായത് നമ്മുടെ ചികിത്സ നമ്മൾ ഭേദമാക്കിയ കുറേ ആൾക്കാർ ജീവിതത്തിൽ തിരിച്ചു വരുന്നു. അവർ പല പൊസിഷനിലും പോകുന്നവരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, റിക്കവർ ചെയ്തിട്ട്. പക്ഷെ അവിടെയൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ അവരൊക്കെ ദേ മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ്. ഇപ്പം ഇവിടുന്ന് പോയി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു 15-20 പേരെങ്കിലും നമ്മൾ ഇതുപോലെ പോയ ആൾക്കാരും ട്രെയിനിൽ കയറിയാലും വരും, അല്ലെങ്കിൽ എങ്ങനെയല്ല ഒത്തു വരും പല സ്ഥലത്ത്. അപ്പോൾ നമുക്കൊരു ബിലോങ്ങിങ്നെസ് വരും. അതായത് അവർക്കൊക്കെ ഐ ബിലോങ് ടു ദം, ദേ ഓൾ ബിലോങ് ടു മീ എന്നുള്ള ഫീലിംഗ് വരും. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ഈ ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏർലി ഡയഗ്നോസിസും സ്ക്രീനിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടോ? ഐ മീൻ ഏർലി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം സ്ക്രീനിങ്ങിൽ കൂടിയിട്ട് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇല്ല, നമ്മളെ ഒരു അസുഖമില്ലാത്ത ഒരാൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്ക്രീനിങ് ആണ്. അതെ, നമുക്കൊരു സിംറ്റമായിട്ട് നമ്മൾ പോകുമ്പോൾ ഏർലി ഡയഗ്നോസിന് വേണ്ടിയാണ്. രണ്ടിൻ്റെ വ്യത്യാസം, ചെറിയ വ്യത്യാസമുള്ളൂ, നാരോ ബ്രിഡ്ജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ 20 വയസ്സിന് മുകളിൽ സ്വന്തം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം, 40 വയസ്സിന് മുകളിൽ മാമോഗ്രാം ചെയ്യും പറയുമ്പോൾ അത് എന്തെങ്കിലും സിംറ്റം ഉള്ളവരല്ല പോകുന്നത്. റെഗുലർ ചെക്കപ്പ്, അത് സ്ക്രീനിങ്ങാണ്. പക്ഷേ അതേ സമയത്ത് എനിക്കൊരു ബ്രസ്റ്റിൽ മുഴ ഉണ്ടായിരുന്നു, ആ മുഴയെ കാണിക്കാൻ പോകുന്നു, ഒരു ഏർലി ഡയഗ്നോസിസ് ആണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഉടനെ തന്നെ പോയി പരിശോധിക്കാൻ പോകുന്നു, ദാറ്റ്സ് ഏർലി ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമാണ്. പക്ഷേ ചികിത്സ സംബന്ധിച്ചോളം നമുക്ക് പറയും നമുക്ക് സ്ക്രീനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും സിംറ്റം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ പോയി അതില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം അത് രണ്ടും അപ്പോൾ ശരിക്കും പറയാം ഈ സ്ക്രീനിങ്ങിൽ കൂടി തന്നെ നമുക്ക് ഈ സ്റ്റേജസ് അറിയാൻ പറ്റും. ഇപ്പം സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ വരില്ല. സ്ക്രീനിങ്ങിൽ വരുന്നത് നമുക്ക് ഒരു സിംറ്റം ഇല്ലാത്ത ഒരാൾ, സുഖമില്ലാത്ത ഒരാൾ പോയി നോക്കുന്നു, അസുഖം ഇല്ലാതെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സ്റ്റേജിങ് വേറെയാണ്. സ്റ്റേജിങ്ങിൽ നമുക്ക് എന്തായാലും നമ്മൾ ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടെന്നതിന് വേണ്ടി സ്റ്റേജിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് അതാണ്. ഒന്ന് സസ്പിഷൻ ആദ്യം, then you are going to go for a diagnosis. ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നു. ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് അടുത്ത സ്റ്റെപ്പ് സ്റ്റേജിങ് ആണ്. അതായത് എങ്ങോട്ടെങ്കിലും പടർന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. then only you decide for the treatment. എല്ലാത്തിൻ്റെ ചാനൽ അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ നമ്മൾ ഈ സ്റ്റേജിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ബാക്കി നമ്മൾ CT സ്കാൻ ചെയ്തതും PET സ്കാൻ ചെയ്തതൊക്കെ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ എടുക്കുക, നിങ്ങൾക്ക് വളരെ ഏർലി സ്റ്റേജാണ്, എല്ലാം ഫെയറബിൾ ആണെങ്കിൽ സർജറിയാണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ്. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് അഡ്വാൻസ് സ്റ്റേജാണ് അല്ലെങ്കിൽ അൺഫെയറബിൾ ആണെങ്കിൽ കീമോതെറാപ്പി ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ്. ദെൻ ഓൺലി യു ഗോ ഫോർ സർജറി. അപ്പോൾ നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം, എപ്പോൾ വേണം, ഏതാണ് ആദ്യം, ഏതാണ് രണ്ടാമത് വേണം ഒക്കെ തീരുമാനം എടുക്കുന്നത് ബേസ്ഡ് ഓൺ യുവർ ടൈപ്പ് ഓഫ് ഡിസീസ് ആൻഡ് സ്റ്റേജ് ഓഫ് ഡിസീസ്. അതുപോലെ തന്നെ മാലിഗ്നന്റ് ആൻഡ് നോൺ മാലിഗ്നന്റ് സെൽസ് ഉണ്ട്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ മാലിഗ്നന്റ്. നമ്മൾ ട്യൂമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നന്റ്. ബിനൈൻ ട്യൂമേഴ്സ് എല്ലാം ക്യാൻസറാണ്.
ബിനൈൻ ക്യാൻസർ അല്ല, സ്റ്റാർട്ടിങ് ബിനൈൻ ക്യാൻസർ അല്ല, നോൺ ക്യാൻസറസ്. നോൺ ക്യാൻസർ. ബിനൈൻ എന്ന് പറഞ്ഞാൽ നോൺ ക്യാൻസർസ് ആണ്. മറ്റേത് മാലിഗ്നൻ്റ്. ഇതാണ് രണ്ട് ഇത്. ഡിഫറൻസ്, ലോട്ട് ഓഫ് ഡിഫറൻസ്. അതായത് ബിനൈൻ ട്യൂമേഴ്സ് ഒന്നും സത്യങ്ങൾ നമ്മൾ ഉപദ്രവിക്കില്ല, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആ ലോക്കലി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. നല്ല സ്റ്റേജിങ് ചോദിച്ചില്ലേ, ബിനൈൻ ട്യൂമേഴ്സിന് സ്റ്റേജിങ്ങിൻ്റെ ആവശ്യമില്ല, വേറെ ഒന്നും പാടില്ല. ബിനൈൻ ട്യൂമേഴ്സ് അങ്ങനെയല്ല, ലോക്കലി പ്രോബ്ലംസ് ഉണ്ടാവും, സ്പ്രെഡ് ചെയ്യും. നമുക്കിത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ്. അത് ബിനൈന അല്ല, മാലിഗ്നൻ്റും അല്ല, ബട്ട് ദേ ആർ പ്രോൺ ടു ഗോ ഫോർ മാലിഗ്നൻസി. അതാണ് ഫ്യൂച്ചറിൽ അത് പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് എന്ന സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാൻസറിലും ചില ടൈപ്പ് ഉണ്ട്, ലോക്കലി മാത്രം ഉള്ള ക്യാൻസർ, അത് വേറെ സ്പ്രെഡ് ചെയ്യില്ല, അത് ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം ലോക്കൽ ഡിസീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ബേസിക് കാശുള്ള സാധനം അത് ലോക്കലി മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞാൽ കഴിഞ്ഞു, വേറെ ഒന്നും വേണ്ട. അപ്പം പല അങ്ങനത്തെ പല വേരിയേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബയോപ്സി ആൻഡ് FNAC അത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഫസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് പോകുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബയോപ്സി എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ FNAC. അത് തമ്മിലുള്ള FNAC വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബ്ലഡൊക്കെ എടുക്കുന്ന പോലെ ഒരു സിറിഞ്ചും നീഡിലും വെച്ചിട്ട് നമ്മൾ സംശയമുള്ള ഭാഗത്ത് നിന്ന് ആസ്പിറേറ്റ് ചെയ്യുക. ബയോപ്സി നമ്മൾ ആ ടിഷ്യൂവിൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് ടിഷ്യൂ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയുന്നത് എക്സിഷൻ ബയോപ്സി. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെല്ലുകളെ മാത്രമേ കാണുകയുള്ളൂ, ബാക്കി ആർക്കിടെക്ചറൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ നമ്മൾ ചെറിയൊരു ഏരിയ അല്ലേ പോയി ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാം, നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡ് അല്ലെങ്കിൽ CT ഗൈഡായിട്ട് ആ ലൊക്കേഷനിൽ പോകാം. എന്നാലും നമുക്ക് ചാൻസ് ഓഫ് മിസ് ഹൈ ആണ്. ബിക്കോസ് ആ ഹോൾ ട്യൂമർ എല്ലാ ട്യൂമറിലും എല്ലായിടത്തും ഒരേപോലെ സെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിക്കൊണ്ട് നിർബന്ധമില്ല. ട്രൂ കട്ട് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വൈഡർ ഏരിയ എടുക്കുക, അതാ ഡിഫറൻസ് അതാ വരുന്നത്. പക്ഷെ നമുക്ക് ട്രൂ കട്ട് എടുത്താൽ പോലും നമുക്ക് ചിലപ്പം നമുക്ക് വിൽ നോട്ട് റീച്ച് എ ഡയഗ്നോസിസ്. അങ്ങനെ സംശയം വരികയാണെങ്കിൽ നമ്മൾ പറയും ആ ട്യൂമർ മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ പറയും, എടുത്ത് ബയോപ്സിക്ക് വിടാൻ പറയും. ബ്രസ്റ്റിൽ തന്നെ എടുക്കുക. ബ്രസ്റ്റിലൊരു ലംബ് വരികയാണെങ്കിൽ FNAC എടുത്താൽ തരാം. ചിലപ്പോൾ ഇതിനും പ്രോബബ്ലി സജസ്റ്റീവ് ഓഫ് എന്ന് പറയും, സസ്പീഷ്യസ് ഓഫ് എന്ന് പറയും. സസ്പീഷ്യസ് പറഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ വേറെ വേണം, സജസ്റ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ വേണ്ട. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ആ ബയോപ്സിക്കകത്ത് ചെയ്യേണ്ട വേറെ കുറേ ടെസ്റ്റുകളുണ്ട്. അത് ആ ഒരു ട്യൂമറിൻ്റെ ബേസിക് ബിഹേവിയർ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി FNACക്ക് അത് പറ്റില്ല, നമുക്ക് മറ്റേ ബയോപ്സി വേണ്ടി വരും. ഇപ്പം ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ക്യാൻസർ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടനയാണെന്ന്. അത് എത്രത്തോളം നമ്മളെ ഈ തലമുറയിൽ ബാധിച്ചിരിക്കുന്നുണ്ട്? നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എടുക്കുമ്പോഴത്തേക്കും ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് എടുക്കേണ്ടി വരും. നമ്മുടെ നമ്മൾ പറഞ്ഞു പാരമ്പര്യത്തിൻ്റെ സാധ്യത ഓൺലി 5 to 10% അതിന് പാരമ്പര്യമുള്ളൂ, ജെനറ്റിക്സ് ഓൺലി 5. അതെ, ബാക്കി 90% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറിൽ നമുക്ക് ഏജിങ് ഒക്കെ ഉണ്ട്, പ്രായമാവുന്നവർ വരാൻ സാധ്യതയുണ്ട്, കെമിക്കൽസ് ഉണ്ട്, റേഡിയേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ തടയാനുള്ള മരണത്തെ കുറിച്ച് പറയുമ്പോഴേ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയും. അതായത് ഒന്ന് പുകയില തന്നെയാണ്, ഓൾ ടൊബാക്കോ പ്രോഡക്ട്സ്. പുകയില പ്രശ്നമാണ്, മദ്യപാനം പ്രശ്നമാണ്. നമ്മുടെ ഡയറ്ററി ഹാബിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോൾമാർക്കായിട്ട് വരുന്നത് അമിതവണ്ണമാണ്, ഒബിസിറ്റിയാണ്. അപ്പോൾ നമുക്ക് അത് നിയന്ത്രിക്കേണ്ടി വരും. പ്ലസ് ലാക്ക് ഓഫ് എക്സസൈസ് ആണ് വേറെ റീസൺ. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പ് കയറിയുള്ള ആഹാരം ധാരാളം കഴിക്കുകയാണ്. നമ്മളത് കൊടുക്കുന്ന ക്യാപ്ഷൻ ആലോചിച്ചാൽ എനിക്കറിയാം. ക്യാപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ ക്യാപ്ഷൻ ഇതാണ്. കാരണം ഹൈ ഫാറ്റ് ഹൈ കാലറി ഡയറ്റാണ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഒബിസിറ്റിയാണ് ഹോൾമാർക്ക്. ആ ഒബിസിറ്റിയുടെ പ്രശ്നമാണ്. നമുക്ക് അതായിട്ട് കണക്ട് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്, ബ്രസ്റ്റ്, യൂട്രൈൻ, കിഡ്നി, ഇതൊക്കെ അതിൻ്റെ അസോസിയേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് കൊഴുപ്പും കാര്യങ്ങളും ധാരാളം കഴിക്കുകയും നമ്മൾ നാരുള്ള ഭക്ഷണം ഫൈബറൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പോസിബിലിറ്റി ഉള്ള സാധനം കൊളറക്ടൽ ക്യാൻസേഴ്സ്, വൻകുടലിലെ ക്യാൻസറുകളാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറയാൻ കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കുമ്പോൾ ഒരു 1/3 ഓഫ് ദി ക്യാൻസേഴ്സ് ടൊബാക്കോ റിലേറ്റഡാണ്. ഐ മീൻ ക്യാൻസേഴ്സിനല്ല, ക്യാൻസർ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 1/3 ടൊബാക്കോ റിലേറ്റഡ് ക്യാൻസേഴ്സാണ്. 20% ഒബിസിറ്റി റിലേറ്റഡ് ക്യാൻസേഴ്സാണ്.
രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഓൾമോസ്റ്റ് 50% ആയില്ലേ. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ട് ചേഞ്ച്. അതിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഫാറ്റ്, എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റ്സും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒക്കെ നമുക്ക് യു ഹാവ് ടു ബി കെയർഫുൾ. പിന്നെ ഈ ലേഡീസിന് സെർവിക്കൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ ഈ ഫൈബ്രോയിഡ് അങ്ങനെ അല്ലെങ്കിൽ മെനോപോസ് റിലേറ്റഡ് അത് എന്തെങ്കിലും ഫൈബ്രോയിഡ് ക്യാൻസർ ആയിട്ട് മാറില്ല. മാറില്ല, ഭയങ്കര റയറാണ്. നമുക്ക് ക്യാൻസർ ആകുന്നത് ഭയങ്കര റയറാണ്. നമുക്ക് അതിൽ നമുക്ക് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് സർവൈക്കൽ ക്യാൻസറാണ്. ബിക്കോസ് HPV ആണ് അതിൻ്റെ കോസറ്റീവ് ഫാക്ടർ, വൈറസാണ്. അപ്പോൾ നമുക്ക് ആ ഹ്യൂമൻ പാപ്പിലോ വൈറസിനുള്ള വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അത് എടുക്കേണ്ടത് 9 to 26 years ഏജ് ഗ്രൂപ്പിലാണ്. അപ് ടു 40 as you can go. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ആ കുത്തിവയ്പ്പ് എടുക്കുന്നത് വഴി HPV ഇൻഫെക്ഷൻ തടയുകയും അങ്ങനെയൊക്കെയാണ് അത് കുറയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിവെൻഷൻ്റെ കൂടെ തന്നെ അറിയിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോപ്പ് എന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ക്യാൻസർ. അതെന്താണ് സാറിന് അതിനെക്കുറിച്ച്? ഹോപ്പിന് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഭയങ്കര ഡിപ്രസ്ഡാണ്. അവർ പറയും ഞാൻ മരിക്കും, രക്ഷപ്പെടില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട എന്തിനാണ്. ഈ ഗ്രൂപ്പാണ് നെഗറ്റീവ് തിങ്കിങ് ആണ്. മറുവശത്തെ ഗ്രൂപ്പ് ഐ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്, ഞാൻ എന്തായാലും ഇതിനെ നേരിടും, ഞാൻ ഐ വിൽ ബി വിന്നർ. അതാണ് പോസിറ്റീവ് സൈഡ്. നമുക്ക് ധാരാളം പഠനങ്ങളുണ്ട്. അവിടെയൊക്കെ പേഷ്യൻ്റ് പോസിറ്റീവ് മെൻറ്റാലിറ്റി അവരുടെ ക്യൂർ റേറ്റ് ഹയറാണ്, ചാൻസ് ഓഫ് ക്യൂർ ഹയറാണ്. അതിന് റീസൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഹോപ്പ് അല്ലായിരിക്കും പറയുന്നത്, നമുക്ക് വി ഷുഡ് മേക്ക് ദം ഫീൽ ദാറ്റ് യെസ് വി ക്യാൻ മേക്ക് ഇറ്റ്. അപ്പോൾ അവിടെയാണ് നമുക്ക് വീട്ടുകാരും നാട്ടുകാരും സമൂഹത്തിൻ്റെയൊക്കെ ആവശ്യം. ബിക്കോസ് അവരാണ് ഈ പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത് പേഷ്യൻറ്റിനെ. അതാണ് അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയും. ട്രീറ്റ്മെൻറ്റിൽ 50% നമുക്ക് മരുന്നുമൊക്കെ ആകാം. പക്ഷേ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഗിവിംഗ് ദം എ ഹോപ്പ് ദാറ്റ് യു വിൽ കം ഔട്ട്. യുവ തലമുറയോട് അല്ലെങ്കിൽ യുവ ജനറേഷനോട് സാറിന് എന്താണ് മെസ്സേജ് പാസ് ചെയ്യാനുള്ളത്? മെസ്സേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി നിങ്ങൾ മാറ്റണം എന്ന് പറയാൻ കാരണം നമുക്ക് ക്യാൻസറിനെയും അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് തടയാനുള്ള മാർഗ്ഗങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ തിരികെ പോകണം അല്ലേ. അപ്പോൾ അതിൽ തിരികെ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആവശ്യം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സാണ് മെയിൻലി. അത് തരുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇലകൾ, ടൊമാറ്റോ, സോയ, ഗ്രീൻ ടീ, ഇതൊക്കെ നമ്മൾ ആരും ഉൾപ്പെടുത്തിയാൽ മതിയാവും. അപ്പം അതുകൊണ്ട് ഭക്ഷണ സംസ്കാരം നമ്മൾ മാറ്റണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നോ ടൊബാക്കോ പ്രൊഡക്ട്സ് ഇൻ യുവർ ലൈഫ്, നോ ആൽക്കഹോൾ ഇൻ യുവർ ലൈഫ്. എക്സസൈസ് ചെയ്യണം ആൻഡ് കൺട്രോൾ ദി ഓവർ വെയ്റ്റ്. ആ മെസ്സേജ് നിങ്ങൾ എടുക്കണം. യു ഹാവ് ടു ടേക്ക്. ഇപ്പോൾ നമ്മൾ കളി കാണാൻ നടക്കുന്നതും അല്ലെങ്കിൽ മെസ്സി കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ കോഴി കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് രസമാണ്, കാണാൻ രസം. ബട്ട് യു ആർ നോട്ട് ഡൂയിങ് യുവർ എക്സസൈസ്. അപ്പോൾ അത് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ ആ മെസ്സേജ് അത് തന്നെയാണ് ഹെൽത്തി ലൈഫ്. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും യു വിൽ ഫെയിൽ. അതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ഓക്കെ ഡോക്ടർ, ഇത്രയും നേരം നമ്മൾ ചികിത്സയെക്കുറിച്ചും ചികിത്സയിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇനി ഡോക്ടറിൻ്റെ ഫാമിലി കുറിച്ചിട്ട് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സാറിൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടൊന്ന്. ഒരു ഭാര്യ ചിത്രയാണ്. ചിത്ര സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ലക്ഷോർ തന്നെ വർക്ക് ചെയ്തു. അത് ഷീസ് മോർ പ്രാക്ടീസ് ഇൻ ഗൈനക്കോ ഓങ്കോളജിയാണ് കൂടുതലും. +2 ആണ് ചെയ്യുന്നത് കൂടുതലും. 2 ആൺകുട്ടികളുണ്ട്. മൂത്ത മോൻ അവന് എഞ്ചിനീയറിംഗ് കൂടെ കയറി MBA കൂടെ കയറി CFA കഴിഞ്ഞ് നിൽക്കുന്നു. സിംഗപ്പൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. മോൻ്റെ വൈഫ് ആണ് PhD ഹിസ്റ്ററിയാണ് മോൻ്റെ വൈഫ്. രണ്ടാമത്തെ ആള് ഗോവിന്ദ്. മൂത്താള് ഗോകുലാണ്, ഗോകുൽ ഉമയാണ്. രണ്ടാമത്തെ ആള് ഗോവിന്ദാണ്. ഗോവിന്ദ് ഡോക്ടറാണ്. ഗോവിന്ദ് സെയിം ലൈൻ മെഡിക്കൽ ഓങ്കോളജിയിൽ തന്നെ വന്ന് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗോവിന്ദിൻ്റെ വൈഫ് കാർഡിയക് അനസ്തറ്റിസ്റ്റാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്നു. ഒരു കൊച്ചുമോളുണ്ട്, ഇപ്പോഴും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു ബൈ മാർച്ച്. എക്സ്പെക്ടിങ് ഈഗർലി ഫോർ ദാറ്റ്. ഓക്കെ, തിരക്കുകൾക്കിടയിലും സർ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിയ സാറിന് എല്ലാവിധ ആശംസകളും.